ജോസഫേട്ടാ, ഞാനാ സാമു. നീ ഏതാണ് മോനെ ഇവിടെ? ഞാൻ ചേട്ടൻ കണ്ടാവുന്നത്. ഒരിക്കലും ചെയ്യരുത്. നിനക്കായിട്ട് തോന്നണം രണ്ടെണ്ണം അടിക്കണമെന്ന്. അപ്പം നീ വരണം, അല്ല ജോസഫേട്ടനെ കണ്ടുകൊണ്ട് വരരുത്. അതൊരു നല്ല ശീലമല്ല. ജോസഫേട്ട എന്നെ പ്രോത്സാഹിപ്പിക്കില്ല. ജോസഫേട്ട എന്തൊക്കെയാണ് ഈ പറയണത്? എടാ ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? എടാ ഞാൻ നല്ലൊരു മനുഷ്യനാണ്, എങ്കിലും എനിക്ക് ചില ദുശീലങ്ങളുണ്ട്. ജോസഫേട്ടനെ കണ്ട് മക്കൾ പഠിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതൊക്കെ എനിക്കറിയാം. ആ വാ, നമുക്ക് ഒരെണ്ണം അടിച്ചിട്ട് വരാം. ഞാനൊന്നും. പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞില്ല, ജോസഫേട്ടൻ കണ്ടു വന്നാണ്. ഒരിക്കലും പാടില്ല. ഞാനൊരു നല്ല മനുഷ്യനാണ്, പക്ഷേ എന്നെ കണ്ടുകൊണ്ട് മക്കളെ ദുശീലങ്ങൾ പഠിക്കല്ലടാ. ജോസഫേട്ട ഇത് തന്നെയല്ലേ എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞത്? ഞാൻ ഇപ്പൊ പറഞ്ഞു. ആ എന്നാ നീ വന്ന സ്ഥിതിക്ക് നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് പോവാം. ഞാനൊന്നുമില്ല. ജോസഫേട്ട ഇത് തന്നെയല്ലേ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ? ഞാനിപ്പോ പറഞ്ഞു കുറച്ചു മുമ്പ്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അപ്പൊ ഞാനെന്ത് പറഞ്ഞേ? ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന്. അപ്പോൾ ജോസഫേട്ടൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോസഫേട്ടനെ കണ്ടു വന്നതാണെന്ന്. അപ്പോൾ ജോസഫേട്ടൻ പറഞ്ഞ് ചേട്ടനെ കണ്ടൊരിക്കലും പഠിക്കരുതെന്ന്. അപ്പോൾ ഞാൻ പറയും നീ നമുക്ക് വിടാമെന്ന്. അപ്പം ഞാൻ പറയും എനിക്ക് വേണ്ടെന്ന്. ജോസഫേട്ടൻ തന്നെ ഈ പറഞ്ഞു തരാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരട്ടെ. എനിക്കല്ല റിപ്പീറ്റ് വല്ലാണോ തോന്നുന്നത്? അതൊന്നും വേണ്ട. അപ്പം പ്രീ ചേച്ചി എങ്ങാനും എവിടെ? അല്ല ഇത് ഇങ്ങനെ പ്രീ ചേച്ചി എങ്ങാനും വന്ന് കണ്ടാൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞു. ആ പേടിച്ചു പോയി. പേടിയൊക്കെ ഉണ്ടാ എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇരിക്കണത്? വല്ലപ്പോഴും വേടാ. അതെയല്ലോ. വാ പോവാം. എന്നെ പിടിച്ചോണ്ട് പോടാ. എന്താണ്? വണ്ടി ഞാൻ ഓടിക്കും. അതൊന്നും ശരിയാവൂല. ശരിയാവൂല. താക്കോതരാടാ. അല്ല മാറാ. ആൾക്കാരൊക്കെ നോക്കണുണ്ട്. പോകാൻ പറയടാ. പാരസൈറ്റ്, സ്വിങ് കിഡ്സ്, ഹോം സ്റ്റേ ഞാൻ കണ്ടതാണ്. ഫ്യൂരി, സിറ്റി ഓഫ് ലാസ്റ്റ് തിങ്സ്. ആ ബോറൻ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് കൊറിയൻ പടം പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് മുഴുവൻ കണ്ടു തീർക്കണം. പിന്നെ ഇത് അടിച്ചു മാറ്റാനുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമായിരിക്കും. അതെ, എവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് എഴുതേണ്ട കാര്യമൊന്നും DIGക്കില്ല. പിന്നെ അതെ, എന്താണ് നിന്നെ കൊണ്ട് വലിയ ശല്യമല്ലോ? ആ ഫോൺ അവിടെ വെച്ചൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? അതെ, നമ്മുടെ കഫേയിൽ വെച്ചിട്ടേ നിന്റെ അന്നത്തെ കൂട്ടുകാരനില്ല നിഷാന്ത്, അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന്റെ കാര്യം നീ എന്നോട് മിണ്ടരുത്. എന്നോട് പറയണ്ട. പറയണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? പറയണ്ടെന്ന് പറഞ്ഞാ പറയണ്ട തന്നെ. എനിക്ക് കേൾക്കണ്ട. നീ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും കേൾക്കണ്ട. ഒരൊറ്റ വീക്ക് വെച്ചൊന്നല്ലേ പറയണ. അങ്ങോട്ട് കേൾക്കണ്ട. എന്നാ പറ. അതെ, അവന്റെ അവസ്ഥ മഹാമോശായിരുന്നു. നിന്നെ അവൻ പറ്റിച്ചതല്ല. എടി, ലക്കി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലക്ഷ്മി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും അവനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കണക്കെ 1-2 ദിവസത്തിന്റെ അല്ല, 6 വർഷത്തിന്റെ ബന്ധമാണ് നമ്മൾ തമ്മിൽ. അതായത് എനിക്ക് അവനെയും അവൻ എന്നെയും നന്നായിട്ട് അറിയാം. അങ്ങനെ പരസ്പരം നന്നായിട്ട് അറിയുന്ന ആളുകൾ തമ്മിൽ ഒളിയും മറയും പാടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അവനോട് പറയായിരുന്നു. മറിച്ച് അവനെന്താ ചെയ്തത്? അവൻ അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ട് രാത്രിക്ക് രാത്രി മുങ്ങല്ലേ ഇത് തെണ്ടി.
എടാ അത് എന്തുണ്ടായെന്നറിയോ ഞാൻ പറഞ്ഞ ഞാനൊന്ന് പറയട്ടെ സഹോ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അവന്റെ അച്ഛൻ മരിച്ചു എന്ന് അവൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞത്. എന്നിട്ടും ഞാൻ നമ്മുടെ അവിനാശിനെ 2000 രൂപ കടം വാങ്ങിച്ചിട്ട് അന്ന് വന്ന ശങ്കരനല്ലേ, അവനെ കൊണ്ട് ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്തിനാണ്? അവൻ എന്തെങ്കിലും പൈസ ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട്. ഇങ്ങനെയുള്ള എന്നോട് കാര്യങ്ങൾ അവന് നേരിട്ട് പറഞ്ഞൂടെ? ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞൂടെ? അവൻ നിന്നെ പറഞ്ഞേക്കില്ലേ ഇത്? അതിന് നിന്നോട് എങ്ങനെ വന്ന് പറയാനാ? നീ അവനെ കാണുമ്പോഴേക്കും കടിച്ചു കീറാൻ നിക്കല്ലേ? ആ കണക്കായി പോയി. അവൻ വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിങ് കമ്പനിയിൽ നമുക്ക് നല്ലൊരു ഓഫറും കൊണ്ടാ വന്നിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട. അല്ല, എന്ത് ഓഫറാണ്? എടാ നല്ല ഓപ്പണിംഗാ. 2 ഓഫേഴ്സ് ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെയും ഒന്ന് കോപ്പി റൈറ്റർ പോസ്റ്റ്. ഇവിടെ കിട്ടുന്നതിന്റെ ഡബിൾ പാക്കേജാന്ന് അവൻ അവിടെ നിന്ന് അറിഞ്ഞത്. ഞാൻ എന്തായാലും നോക്കാൻ തീരുമാനിച്ചു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഡബിൾ പാക്കേജ് കിട്ടുമോ? നീ എന്തിനാ അറിയണത്? നിനക്ക് വേണ്ടല്ലോ. അല്ല കാര്യം വ്യക്തിവിരോധം എനിക്ക് അവനുണ്ട്. പക്ഷെ അവന്റെ കമ്പനി എന്താ വിളിച്ചു? എനിക്ക് കമ്പനിയോട് ഒന്ന് നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ അല്ലാന്ന് വേണ്ട. നീ അവനെ വിളിച്ച് പറഞ്ഞേക്ക്, ഞാൻ നോക്കണമെന്ന് പറയും. നീ എന്നെ വിളിച്ച് പറഞ്ഞോട്ടെ. അല്ല ഞാൻ ചാടാ അത്ര വിരോധമില്ല. അതെ അതെ ചേട്ടാ, ഇപ്പൊ ശരിയാക്കാം. അതല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയണ്ട ജോസഫേട്ട, വണ്ടി ജോസഫേട്ട തന്നെ ഓടിച്ചോ, പക്ഷെ ഈ ഓണാക്കിയിട്ടില്ല. നിനക്ക് നേരെ പറഞ്ഞൂടായിരുന്നോ? ഞാൻ എത്ര നേരം കിടന്ന് ചവിട്ടിയതാ. അടിച്ചെന്റെ പെരുപ്പം പോയി. ഞാൻ അടിച്ചില്ല. വേണ്ട, നമുക്ക് പോവാം. വണ്ടി ഞാൻ ഓടി. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ പോവാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. വേണമെന്ന് കേറ. പിന്നെ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതെ, ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ തന്നെ ഓടിച്ചാ പോരെ? വേണേ പുറകെ ഞാൻ തന്നെ ഓടിക്കും. ഓക്കെ. പഴയ പോലെ ഒന്നുമല്ല, നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അടിച്ചിട്ട് വണ്ടി ഓടിച്ച് പിടിച്ചാലേ ശിക്ഷ എന്താണെന്നറിയോ? എന്താ ശിക്ഷ? 10,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. അടച്ചില്ല എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യൂല. കോടതിയിൽ കൊണ്ടുപോയിട്ട് അവർ 6 മാസത്തേക്ക് ജയിലിൽ പിടിച്ചിടും. ഓ, എന്നാ ജോസഫ് 10,000 രൂപ എടുത്ത് വീശും. 10,000 രൂപ ജോസഫിന് പുത്തരിയല്ലടാ. എന്നാ പിന്നെ കുഴപ്പമില്ല. ചേട്ടൻ സൂപ്പറാണല്ലോ. ചേട്ടൻ വണ്ടി ഓടിച്ചോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ സൂപ്പറാണ്. ഈ വഴി കൂടെ വണ്ടി ഓടിക്കുന്ന വേറെ ആൾക്കാരില്ലേ, അവന്മാർക്ക് പലർക്കും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. അത് ശരിയാ, അവരൊന്നും തീരെ പോരാ. അപ്പോൾ അവന്മാരെങ്ങനെ വന്ന് ഈ വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞെന്ന് വെച്ചോ, നമുക്കൊന്നുമില്ല, ചേട്ടൻ സൂപ്പറാണ്, ചേട്ടൻ അപ്പോൾ തന്നെ വണ്ടി വെട്ടിച്ച് മാറ്റും. പക്ഷേ വഴിയിൽ ഇറങ്ങി നിൽപ്പുണ്ടെങ്കിൽ അവരെ മേത്ത് വണ്ടി മുട്ടി ആള് മരിച്ചു പോയാൽ പിന്നെ ചേട്ടനെ 10-12 കൊല്ലത്തേക്ക് ജയിലിൽ പിടിച്ചിടും. പുറത്ത് ഫ്രീ ചേച്ചി ഒറ്റയ്ക്കാം. ചിലപ്പോൾ ഫ്രീ ചേച്ചി ഒറ്റയ്ക്കാവില്ല, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചേക്കും. വണ്ടി ചേട്ടൻ തന്നെ ഓടിച്ചോ. അതല്ലടാ, നാട്ടിലൊരു നിയമം ഉള്ളപ്പോഴേ നമ്മളെല്ലാരും അത് പാലിക്കാൻ ബാധ്യസ്ഥരാ. അതുകൊണ്ടാ മോനോടിച്ചു. അടിച്ചെന്നെ പെരുപ്പ് പോയടാ.